ഹായ് എവരി വൺ. നമ്മുടെ ക്രിസ്മസ് പരീക്ഷകള് കുറച്ച് സബ്ജക്റ്റ് ഒക്കെ നമ്മൾ എഴുതിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ നല്ലൊരു മാറ്റം നമുക്ക് കാണാം. +1 കെമിസ്ട്രിയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് കണ്ടായിരുന്നു, അസേർഷൻ ആൻഡ് റീസൺ. ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ്, ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ബയോളജി പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാം. +2 ബയോളജിയിലും +1 ബയോളജിയിലും നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ നീറ്റ് ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നീറ്റിന് ബയോളജിയിൽ പൊതുവേ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ ആൻഡ് റീസൺ. അപ്പൊ നീറ്റിന് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് എളുപ്പമായിരിക്കും. ബാക്കിയുള്ള കുട്ടികളൊന്ന് സ്റ്റക്ക് ആവും. ഇത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നറിയാതെ ഇങ്ങനെ സ്റ്റക്ക് ആയി നിൽക്കും. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ വീഡിയോ. അപ്പൊ നമുക്ക് അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് അസേർഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് തരുന്നതാണ്. അതുപോലെ റീസൺ എന്ന് പറഞ്ഞിട്ടും ഒരു സെന്റൻസ് തരും. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 4 ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യണം. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. അപ്പൊ ഈ ഓപ്ഷൻ എ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. എ എന്ന് പറഞ്ഞാൽ അസേർഷനും ആർ എന്ന് പറഞ്ഞാൽ റീസണും. അപ്പൊ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. എയും ആറും ട്രൂ ആണ്. ബട്ട് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ആർ, ഈ റീസൺ എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബി എന്താണെന്ന് നോക്കിയാൽ ഇഫ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, എയും ആറും ട്രൂ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ആർ എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഓപ്ഷൻ സി പറയുന്നത് എ ട്രൂ ആണ്, ആറ് ഫാൾസ് ആണ്. ഓപ്ഷൻ ഡി പറയുന്നത് എ ഫാൾസ് ആണ്, ആറ് ട്രൂ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ കണ്ടാൽ, അസേർഷൻ റീസൺ ടൈപ്പ് കണ്ടാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന അസേർഷനെയും റീസണെയും സെന്റൻസ് പോലെ തന്നെ വായിക്കുക. എന്നിട്ട് ആ സെന്റൻസ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിനെ അസേർഷനെ സെന്റൻസ് വൈസിൽ വായിക്കാം. നമുക്ക് തന്നിരിക്കുന്ന അസേർഷൻ HNRNA ഈസ് ലാർജർ ദാൻ mRNA. HNRNA mRNAയെക്കാളും ലാർജർ ആണ്. ശരിയല്ലേ? അത് ട്രൂ ആണ്. കാരണം HNRNAയിൽ എന്തൊക്കെയുണ്ട്? എക്സോൺ ഉണ്ട്, ഇൻട്രോൺസ് ഉണ്ട് അല്ലെ? ആ ഇൻട്രോൺസിനെ നമ്മൾ സ്പ്ലൈസിംഗ് വഴി കട്ട് ചെയ്യുന്നു. ഈ എക്സോൺസിനെ ഒക്കെ ജോയിൻ ചെയ്യിപ്പിച്ചാണ് എന്തുണ്ടാവുന്നത്? മെസ്സഞ്ചർ RNA ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. റീസൺ എന്താ തന്നിരിക്കുന്നത്? HNRNA ഹാസ് നോൺ കോഡിംഗ് ഇൻട്രോൺ. HNRAക്ക് എന്തുണ്ട്? നോൺ കോഡിംഗ് ഇൻട്രോൺ ഉണ്ട്. വിച്ച് ആർ നോട്ട് റിക്വയർഡ് ഫോർ ട്രാൻസ്ലേഷൻ. അത് ട്രാൻസ്ലേഷൻ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ സ്പ്ലൈസിങ് നടത്തിയിട്ട് അവരെ കട്ട് ചെയ്ത് എക്സോണിനെ മാത്രം ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു സെന്റൻസും ട്രൂ ആണ് അല്ലെ? HNRNAക്ക് നോൺ കോഡിംഗ് ആയിട്ടുള്ള ഇൻട്രോൺ ഉണ്ട്. ഈ ഇൻട്രോൺ എന്ന് പറഞ്ഞാൽ നോട്ട് റിക്വയർഡ് ഫോർ ട്രാൻസ്ലേഷൻ. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഈ രണ്ട് സെന്റൻസും നമുക്ക് ട്രൂ ആണ്. അസേർഷൻ ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ട്രൂ. അങ്ങനെയെങ്കിൽ ഓപ്ഷൻസ് ഏതൊക്കെയാവാം സാധ്യത? എ ആവാം, അല്ലെങ്കിൽ ഡി ആവാം അല്ലെ? ബാക്കി രണ്ട് ഓപ്ഷൻസും നമ്മൾ കട്ട് ചെയ്തു. ഇനിയാണ് രണ്ടാമത്തെ റീഡിംഗ്. സെക്കൻഡ് റീഡിംഗിൽ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് രണ്ടും ട്രൂ എന്ന് കിട്ടിയാൽ പിന്നത്തെ സെക്കൻഡ് റീഡിംഗ് നമ്മൾ എന്ത് ചെയ്യണം? എ അല്ലെങ്കിൽ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ ആർ എന്ന രീതിയിൽ വായിച്ചു നോക്കണം. HNRNA mRNAയെക്കാളും ലാർജർ ആണ്, ബിക്കോസ് ഇറ്റ് ഹാസ് നോൺ കോഡിംഗ് ഇൻട്രോൺ വിച്ച് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ട്രാൻസ്ലേഷൻ. അതുകൊണ്ടാണ് HNRNA വലുതായത്. കാരണം mRNAയിൽ എന്തില്ല? ഇൻട്രോൺ ഇല്ല. ദാറ്റ്സ് വൈ ഈ ഒരു എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ദാറ്റ് റീസൺ. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ദാറ്റ്സ് വൈ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ. അപ്പൊ ഈ ഒരു അസേർഷൻ റീസണിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ. നിങ്ങൾക്കൊരു ധാരണ കിട്ടിയോ? നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസേർഷൻ. നമുക്ക് തന്നിരിക്കുന്ന അസേർഷൻ യൂസ് ഓഫ് കോണ്ടം ഈസ് എ സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് എയ്ഡ്സ് ആൻഡ് സെക്ഷൽ ഡിസീസ് ബിസൈഡ് പ്രിവെന്റിംഗ് പ്രഗ്നൻസി. പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുക എന്നാണല്ലേ കോണ്ടത്തിന്റെ ഒരു ഉപയോഗം. അതല്ലാതെ നമ്മൾ കൂടുതൽ അത് ഉപയോഗിക്കുന്നത്, പ്രിഫർ ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? വേറെ എയ്ഡ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, അതുപോലെ സെക്ഷൽ ഡിസീസുകൾ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ കോണ്ടം യൂസ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. യെസ്, അസേർഷൻ ഈസ് ട്രൂ. റീസൺ ഒന്ന് വായിക്കൂ.
certain contraceptive are planted under the skin for upper arm to prevent pregnancy അല്ലെ. ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡിൽ നമ്മൾ അപ്പർ ആമില് നമ്മൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ എ ആവാം, ഡി ആവാം. ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് എ എന്നുള്ളതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ, ആറ് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് നോക്കണം. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ രണ്ടും കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ കുറിച്ച് പറയുന്ന സെന്റൻസുകളാണ്. അല്ലാതെ അവര് തമ്മിൽ കോണ്ടം യൂസ് ചെയ്യാനുള്ള കാരണം ഈ ഒരു പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് അണ്ടർ ദ സ്കിൻ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അവിടെ വരുന്നില്ലല്ലോ, നമുക്ക് കിട്ടുന്നില്ലല്ലോ. രണ്ട് സെന്റൻസും ട്രൂ ആണ്, പക്ഷെ അവർ തമ്മിൽ ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുന്നില്ല. രണ്ടും ഒരേ ചാപ്റ്ററിൽ നിന്ന് വരുന്ന റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്ന് വരുന്ന സെന്റൻസുകൾ തന്നെയാണ്. രണ്ടും കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ കുറിച്ച് പറയുന്ന സെന്റൻസുമാണ്. പക്ഷെ ഇവർ തമ്മിൽ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടുന്നില്ല. ദാറ്റ്സ് വൈ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ ബി. രണ്ടും ട്രൂ ആണ്, ബട്ട് നോട്ട് ആർ ഇസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ ആണോ? എങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അസേർഷൻ ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം, ടേണർ സിൻഡ്രോം ആർ ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ശരിയാണോ ഈ സെന്റൻസ്? ശരിയാണ്. നമ്മൾ ജെനറ്റിക്സിന്റെ അവസാനം നമ്മൾ ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം ആൻഡ് ടേണർ സിൻഡ്രോം. അപ്പൊ ആ സെന്റൻസ് ട്രൂ ആണ്. അടുത്ത റീസൺ ഒന്ന് വായിക്കാം. ദ ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം, ഫീമെയിൽസ് ആർ സ്റ്റെറൈൽ. ഇൻ ക്ലൈൻഫിൽട്ടർ സിൻഡ്രത്തില് ഫീമെയിൽസ് സ്റ്റെറൈൽ ആണോ? ക്ലൈൻഫിൽട്ടർ സിൻഡ്രം എന്ന് പറഞ്ഞാൽ XXY ഫോമില്, അതായത് മെയിൽസിലാണ് ഇത് ഒക്കർ ചെയ്യുന്നത്. അവർക്ക് ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോമിനെ ലഭിക്കുന്നു. മെയിൽസിൽ എക്സ്ട്രാ എക്സ് ക്രോമസോം ലഭിക്കുന്നു. ദ മെയിൽസ് ആർ സ്റ്റെറൈൽ ഇൻ ക്ലൈൻഫിൽട്ടർ സിൻഡ്രം. മെയിൽസ് ആർ സ്റ്റെറൈൽ. ഇവിടെ ഫീമെയിൽ എന്നാണ് കൊടുത്തത്. അപ്പൊ ആ ഒരു സെന്റൻസ് എന്താണ്? ഫാൾസ്. അതായത് എ ഇസ് ട്രൂ, ആർ ഇസ് ഫാൾസ്. ഓപ്ഷൻ സി, ഓപ്ഷൻ സി അല്ലെ, ഓപ്ഷൻ സി ആണ്. നിങ്ങൾക്ക് കിട്ടിയോ സംഭവം? എന്താ ചെയ്യേണ്ടത്? നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസ് അസേഷനെയും റീസണെയും സെന്റൻസ് ആയിട്ട് വായിക്കുക, എന്നിട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, രണ്ടും ട്രൂ ആണെങ്കിൽ നമ്മൾ എക്സ്പ്ലനേഷൻ ആണോ അല്ലേ എന്ന് നോക്കുക. കിട്ടിയോ? അടുത്തൊരു ക്വസ്റ്റ്യൻ. അസേർഷൻ ഡൗൺ സിൻഡ്രം ഇസ് എ മെൻഡീലിയൻ ഡിസോർഡർ. ഡൗൺ സിൻഡ്രം ഒരു മെൻഡീലിയൻ ഡിസോർഡർ ആണ്? അല്ല, ഇറ്റ് ഇസ് എ ക്രോമസോമൽ ഡിസോർഡർ. ഇറ്റ് ഇസ് ഫാൾസ്. Reason, it is caused due to the presence of an additional copy of chromosome 21. അല്ലെ, ഡൗൺ സിൻഡ്രം കോസ് ചെയ്യാനുള്ള കാരണം അഡീഷണൽ കോപ്പി ഓഫ് ക്രോമസോം 21 അല്ലെ, ട്രൈസോമി ഓഫ് 21st ക്രോമസോം എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ആ സെന്റൻസ് ട്രൂ ആണ്. അപ്പം എ ഇസ് ഫാൾസ്, ആർ ഇസ് ട്രൂ. എ ഇസ് ഫാൾസ്, ആർ ഇസ് ട്രൂ. ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ഡി. കിട്ടിയോ നിങ്ങൾക്കൊരു ഐഡിയ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നുള്ളത്? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അസേർഷൻ നമുക്ക് തന്നിരിക്കുന്നു ദ ജനറ്റിക് കോഡ് ഈസ് ഡീജനറേറ്റ്. റീസൺ തന്നിരിക്കുന്നത് മോസ്റ്റ് അമിനോ ആസിഡ് ആർ കോഡഡ് ബൈ മോർ ദാൻ വൺ കോഡോൺ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടിയോ ഇല്ലേ എന്ന് അറിയാനാണ്. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിയോ ഇല്ലേ എന്ന് അറിയാനാണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.